കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു കോൺഗ്രസ്. പേരാമ്പ്ര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. പ്രാദേശിക തലത്തിൽ പ്രതിഷേധങ്ങളും തുടരും. അതിനിടെ പേരാമ്പ്രയിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിൽ പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യം ഉയർത്തിയ 325 UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ലാത്തിചാർജ് നടത്തിയില്ല എന്ന പോലീസ് വാദങ്ങളൊക്കെ ഇന്നലെ തന്നെ പൊളിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായി ഉണ്ട്. ഷാഫി പറമ്പിലിന് ലാത്തിചാർജിന്റെ മൂക്കിന് തന്നെ അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ തെളിവായി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ കോൺഗ്രസ്? ആര്യ, കീർത്തന, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ്. വലിയൊരു പ്രതിഷേധം അത് ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, UDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ ഒരു MP ആണ്. ഈ MPക്ക് നേരെ പോലീസിന്റെ അതിക്രമമുണ്ടായി. MPക്ക് മൂക്കിന് പൊട്ടലുണ്ടായി, ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ, പ്രത്യേകിച്ച് പേരാമ്പ്ര DYSPക്കൊക്കെ എതിരെ നടപടി വേണം എന്നുള്ളൊരാവശ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അവിടെ കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പോലീസ് ലാത്തി ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യങ്ങൾ തന്നെ തെളിവായി പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്ന കാര്യം. അടുത്ത ദിവസങ്ങളിൽ തന്നെ നടപടി ഉണ്ടായില്ല എങ്കിൽ ഈ പോലീസുകാരുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് DCC പ്രസിഡന്റും വ്യക്തമാക്കുന്നത്. ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ 700ഓളം UDF പ്രവർത്തകർക്കൊക്കെ എതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ പേരാമ്പ്രയിലും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ സംഗമം UDFന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതും ചെറിയ രീതിയിലൊരു സംഘർഷത്തിലേക്കൊക്കെ വഴിമാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിലും ഇപ്പോൾ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. 325ഓളം UDF പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ മറ്റ് നടപടികളിലേക്ക് കടക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോട്ടീസ് നൽകി കേസിന്റെ തുടർ നടപടി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും പരിക്ക് പറ്റി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഷാഫി പറമ്പിൽ MP കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് പൊട്ടലുണ്ട് എന്നുള്ളതാണ് ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചിരിക്കുന്ന കാര്യം. അതിനാൽ തന്നെ അല്പദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് ആവശ്യമായി വേണം. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം ആശുപത്രി വിടുകയുള്ളൂ എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യം. ഓക്കെ, എന്തായാലും പേരാമ്പ്രയിൽ ചേർന്ന പ്രതിഷേധ സംഗമത്തിലും പോലീസിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയ 325 UDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.